ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 6-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഒരൊറ്റ വോളിയത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ ഓഫർ പ്രൈസോട് കൂടി ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മാത്രം മതി. ടാലന്റിൽ നിന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ SCRT ബുക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബുക്കിന്റെ, അതായത് അറിവിടം സീരീസിൽ വരുന്ന ഈ ഒരു ബുക്കിന്റെ നമ്മുടെ സോഷ്യൽ സയൻസ് പാർട്ടായിട്ടുള്ള അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന, തത്വശാസ്ത്രം, പൗരധർമ്മം എന്നിവയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള പ്രീ ഓർഡർ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബുക്ക് വന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബുക്ക് ഓർഡർ ചെയ്യുവാനായിട്ട് താഴെ തന്നിരിക്കുന്ന ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2025 നവംബറിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരെന്നാണ്. ഓർത്തുവെക്കുക, സഞ്ജയ് ഗാർഗ് ആണ്. ആരാണ്? സഞ്ജയ് ഗാർഗ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. 2025 നവംബറിലാണ് അദ്ദേഹം ചുമതലയേറ്റത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഏത് ഡയറക്ടറായിട്ടാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയാണ് ഡയറക്ടർ ജനറൽ ആയിട്ടാണ്? ബ്യൂറോ ഓഫ്, ഓർത്തു വെക്കുക, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെയാണ് ഡയറക്ടർ ജനറൽ ആയിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റിട്ടുള്ളത്. ഈ BIS എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരമൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണിത്. അപ്പോൾ ഇതിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടാണ് ആരാണ്? സഞ്ജയ് ഗാർഗ് ചുമതലയേറ്റിട്ടുള്ളത്. 2025 നവംബറിലാണ് ചുമതലയേറ്റത്. ഇനി ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്, ഇങ്ങനൊരു ബുക്ക് വരും എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. MS സ്വാമിനാഥൻ ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്നുള്ള ബുക്കാണ്. അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് നമുക്കറിയാം അല്ലേ? പ്രിയംവദ ജയകുമാർ ആണ്. ആരാണ്? പ്രിയംവദ ജയകുമാർ ആണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. ആരെക്കുറിച്ചുള്ള ബുക്കാണെന്ന് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. MS സ്വാമിനാഥൻ, അദ്ദേഹത്തെ കുറിച്ചുള്ള ബുക്കാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്? അദ്ദേഹം ഏറ്റവും രീതിയിൽ പ്രശസ്തനായിട്ടുള്ള എന്താണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും കാണാപാഠമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ ആണ്. ഇനി അദ്ദേഹം എന്നാണ് ജനിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 1925 1925 ഓഗസ്റ്റ് 7 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ എന്താണ് ജീവിതത്തെ കുറിച്ച് വിവരിക്കുന്ന ഒരു ബുക്കാണ് എന്താണ്? MS സ്വാമിനാഥൻ ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്നുള്ള ബുക്ക്. എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക. പ്രിയംവദ ജയകുമാർ ആണ്. ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം. 1967 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അതേപോലെ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് 1972 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത്. ഇനി 1989 പത്മവിഭൂഷൺ ലഭിച്ചത്. 2024 അദ്ദേഹത്തിന് എന്താണ്? ഭാരത് രത്ന ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മരണാനന്തരമാണ് എന്താണ്? ഭാരത് രത്ന ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അന്തരിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. 2023 സെപ്റ്റംബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങളും ആ പുരസ്കാരങ്ങളുടെ വർഷവും എന്താണ് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. MS സ്വാമിനാഥൻ ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്നുള്ള ബുക്ക് എഴുതിയത് ആരെന്നാണ്? ഓർത്തു വെക്കുക, പ്രിയംവദ ജയകുമാർ ആണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഡൽഹി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഒരു സംവിധാനമാണ് പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് എന്നുള്ളതാണ്. എന്താണ്? പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് എന്നുള്ള ഒരു സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവർക്കായുള്ള സൗജന്യ ബസ് യാത്രയ്ക്കായിട്ട് ഡൽഹി സർക്കാർ പുറത്തിറക്കിയ ഒരു കാർഡാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ്. എന്താണ്? പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് എന്നുള്ള ഈ ഒരു സംവിധാനം. അപ്പോൾ ഡൽഹി സർക്കാർ ആണ് ഈ ഒരു സംവിധാനം പുറത്തിറക്കിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? സ്ത്രീകൾക്കും അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സിനും എന്താണ്? സൗജന്യ ബസ് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഇതിലൂടെ എന്താണ്? പൊതുഗതാഗത മാർഗ്ഗങ്ങൾ എന്താണ്? സ്ത്രീകളും അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സും അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് വർദ്ധിപ്പിക്കുക, അതേപോലെ ഈ ഒരു സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്, പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിലെ 94ാമത് റാംസർ സൈറ്റ് ഏതെന്നാണ്. എന്താണ്? ഇന്ത്യയിലെ 94ാമത് റാംസർ സൈറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
തന്നെയാണ്. അത് ഏതാണെന്ന് ഓർത്തു വെക്കുക, ഗോഗാബിൽ. എന്താണ്? ഗോഗാബിൽ തടാകമാണ്. ഓർത്തു വെക്കുക, ഗോഗാബിൽ തടാകമാണ് ഇന്ത്യയിലെ 94ാമത് റാംസർ സൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഏത് സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത് ഗോഗാബിൽ തടാകം? ബീഹാർ സംസ്ഥാനത്താണ് എന്നാണ് ഓർത്തു വെക്കണം. അപ്പോൾ ഇതോടുകൂടി എന്താണ് ബീഹാർ സംസ്ഥാനത്ത് ബീഹാറിൽ എത്ര റാംസർ സൈറ്റുകൾ ആയിരിക്കുകയാണ്? 6 റാംസർ സൈറ്റുകൾ ആയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലാണ് എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശ് ആണ്. എന്താണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ബീഹാറിൽ എത്രയാണെന്ന് ഓർത്ത് വെക്കുക, 6 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. ഇതോട് കൂടിയിട്ടാണ് എന്താണ് ഗോഗാബിൽ തടാകവും കൂടി വന്നപ്പോഴേക്കാണ് എന്താണ് 6 റാംസർ സൈറ്റുകൾ ബീഹാറിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ഇന്ത്യയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഏഷ്യയിലുള്ള രാജ്യമാണ് ഇന്ത്യ. എന്താണ്? ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനമാണ് ഉള്ളത്. 1ാം സ്ഥാനത്തുള്ളത് UK ആണ്. 1ാം സ്ഥാനത്ത് ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ UK ആണ്. 2ാം സ്ഥാനത്തുള്ളത് മെക്സിക്കോയാണ്. 2ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 3 ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്നാൽ ഏഷ്യയിൽ എത്രാമത്തെ സ്ഥാനത്താണ്? 1ാം സ്ഥാനത്ത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ബീഹാറിൽ എത്രയാണ്? 6 റാംസർ സൈറ്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ റീസെൻ്റ്ലി ബീഹാറിലേക്ക് അതായത് ഈ ഒരു തടാകം വന്നത്, അതായത് ഗോൽബീർ തടാകം വന്നത് 2025 ഈ ഒരു സമയമായപ്പോഴേക്കാണെങ്കിൽ 2025 സെപ്റ്റംബറിൽ ബീഹാറിൽ 2 പുതിയ റാംസർ സൈറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അവയുടെ പേര് കൂടി ഓർത്തു വെക്കുക. ഏതൊക്കെയായിരുന്നു? ഗോകുൽ. ഒന്ന് ഏതായിരുന്നു? ഗോകുൽ റിസർവോയർ. അതേപോലെ എന്താണ് ഉദയ്പൂർ തടാകം. ഇവയും എന്താണ് ബീഹാർ ജില്ലയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ബീഹാർ ജില്ലയിലുള്ളതാണ്. ഏതൊക്കെയാണ്? ഗോകുൽ എന്ന റിസർവോയറും അതേപോലെ ഉദയ്പൂർ തടാകവും. ഇവ രണ്ടും എന്താണ് ബീഹാർ സംസ്ഥാനത്തുള്ളതാണ്. അപ്പോൾ ഓർത്തു വെക്കുക ഈ ഒരു ഗോഗാബിൽ തടാകവും ബീഹാർ സംസ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ 94ാമത് റാംസർ സൈറ്റ് ആണ് ഇന്ത്യയുടെ. 94ാമത് റാംസർ സൈറ്റ് ആണ് ഏതാണ്? ഗോഗാബിൽ തടാകം. ഇനി 2 മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് നമ്മൾ നോക്കുന്നത്. വ്യാസഭാരത്, വ്യാസസൂത്ര. എന്താണ്? വ്യാസഭാരത്, വ്യാസസൂത്ര എന്ന് 2 ആപ്ലിക്കേഷനുകളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സമുദ്ര മത്സ്യബന്ധന സെൻസസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2025 നടക്കുന്ന സമുദ്ര മത്സ്യബന്ധന സെൻസസിന് വേണ്ടിയിട്ട് അടുത്തിടെ പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണ്? വ്യാസഭാരത് അതേപോലെ വ്യാസസൂത്ര എന്നീ 2 ആപ്ലിക്കേഷനുകളാണ്. ഇനി ആപ്ലിക്കേഷനുകൾ പുറത്തിറക്കിയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഇത് ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ജോർജ് കുര്യൻ ആണ്. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് നമുക്കറിയാം. നമ്മുടെ കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന സഹമന്ത്രിയാണ്. ആരാണ്? ജോർജ് കുര്യൻ. അപ്പോൾ അദ്ദേഹമാണ് ഈ 2 ആപ്പും പുറത്തിറക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സമുദ്ര മത്സ്യബന്ധന സെൻസസിന് വേണ്ടിയിട്ടുള്ള 2025 നടക്കുന്ന ഈ ഒരു സെൻസസിന് വേണ്ടിയിട്ട് അടുത്തിടെ പുറത്തിറക്കിയിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ്. ഏതൊക്കെയാണ്? വ്യാസഭാരത്, വ്യാസസൂത്ര എന്നീ ആപ്പുകൾ. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയുടെ ധനസഹായത്തോടു കൂടി നിർമ്മിച്ച ബഹുവംശീയ ത്രിഭാഷാ സ്കൂൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്? ഓർത്തു വെക്കുക, പൊളന്നരുവ. എവിടെയാണ്? ശ്രീലങ്കയിലെ പൊളന്നരുവ എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു സ്കൂള് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്ത്യയുടെ ധനസഹായത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു ബഹുവംശീയ ത്രിഭാഷാ സ്കൂളാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യ നിർമ്മിച്ച് നൽകിയതാണ്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? പൊളന്നരുവ എന്നുള്ള പ്രദേശത്താണ്. അപ്പോൾ ഇതൊരു ത്രിഭാഷാ സ്കൂളാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ സ്കൂളിൽ സിംഹള, അതേപോലെ തമിഴ്, ഇംഗ്ലീഷ് തുടങ്ങിയ ലാംഗ്വേജുകളിൽ പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്, വിദ്യാഭ്യാസം നേടുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ശ്രീലങ്കയിലാണെന്ന് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ആരാണ്? ഹരിണി അമരസൂര്യയാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക, ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി. അപ്പോൾ ഈ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? പൊളന്നരുവ. ശ്രീലങ്കയിലെ പൊളന്നരുവയിലാണ്. പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ധനസഹായത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഒരു ബഹുവംശീയ ത്രിഭാഷാ സ്കൂളാണിത്. അടുത്തൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. 11ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2025 വേദി എവിടെയെന്നാണ്? ഓർത്തു വെക്കുക, ചണ്ഡീഗഡ് ആണ് വേദിയായി വരുന്നത്. എത്രാമത്തെയാണെന്ന് ഓർത്തു വെക്കുക, 11ാമതാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ആണ്. അപ്പോൾ 11ാമത് ഈ ഒരു ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ, ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടന്ന വർഷം ഏതാണ്? 2025 ആണ്. എവിടെ വെച്ചാണ് നടന്നത്? ചണ്ഡീഗഡിൽ വെച്ചാണ് നടന്നത്.
ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ റഷ്യ പുറത്തിറക്കിയ ആണവ അന്തർവാഹിനി ഏതെന്നാണ്. ഓർത്തു വെക്കുക, ഖബാറോവ്സ്ക്. എന്താണ്? ഖബാറോവ്സ്ക് ആണ്. എന്താണ് പ്രത്യേകത? അടുത്തിടെ റഷ്യ പുറത്തിറക്കിയിട്ടുള്ള ഒരു ആണവ അന്തർവാഹിനിയാണ്. എന്താണ്? ഖബാറോവ്സ്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഡൂംസ്ഡേ മിസൈൽ എന്നറിയപ്പെടുന്ന അണ്ടർ വാട്ടർ ന്യൂക്ലിയർ ഡ്രോൺ അത് വഹിക്കാൻ വേണ്ടിയിട്ട് അത്രയും കാപ്പബിലിറ്റി ഉള്ള ഒരു അന്തർവാഹിനിയാണ് എന്താണ്? ഖബാറോവ്സ്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഏത് രാജ്യമാണ് ഈ ഒരു ആണവ അന്തർവാഹിനി പുറത്തിറക്കിയത്? റഷ്യയാണ്. അങ്ങനെ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രവൈഗ്. എന്താണ്? പ്രവൈഗ് ഡൈനാമിക് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, വീർ. എന്താണ്? വീർ എന്നാണ്. വീർ ETATV എന്നുള്ളതാണ് എന്താണ് ഈ ഒരു വാഹനത്തിന്റെ പേര്. ഓർത്തു വെക്കുക. എന്താണ് ഇതിന്റെ പ്രത്യേകത? പ്രവൈഗ് ആണ്. എന്താണ്? പ്രവൈഗ് ഡൈനാമിക്സ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയും PSC ചോദിക്കാം, ഇത് ആരാണ് വികസിപ്പിച്ചെടുത്തത് എന്നുള്ളത് ചോദിച്ചാൽ എന്താണ്? പ്രവൈഗ് ഡൈനാമിക്സ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനമാണ്. ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനമാണ് എന്ത്? വീർ എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ETATV എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ് ഇതിന്റെ പൂർണ്ണ രൂപം കൂടി ഒന്ന് ഓർത്തു വെക്കാം. ഇലക്ട്രിക്കൽ. ഓർത്ത് വെക്കുക, ഇലക്ട്രിക്കൽ ടാക്ടിക്കൽ ഓൾ ടെറൈൻ വെഹിക്കിൾ എന്നുള്ളതാണ് എന്താണ്? ETATVയുടെ പൂർണ്ണരൂപം. അപ്പോൾ ഇതിന്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ആരാണ് വികസിപ്പിച്ചത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പ്രവൈഗ് ഡൈനാമിക്സ് ആണ് വികസിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനമാണ് വീർ. ഇനി ചൈനയിലെ ഒരു സ്പേസ് മിഷനുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ ചൈന വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതെന്നാണ്. ഓർത്തു വെക്കുക, ഷെൻഷു 21 ആണ്. ഏതാണ്? ഷെൻഷു 21 ആണ്. അപ്പോൾ അടുത്തിടെ ചൈന വിക്ഷേപിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിക്ഷേപണം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ചൈനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബഹിരാകാശ യാത്രികരെയും കൊണ്ട് പറന്നിട്ടുള്ള ഒരു ബഹിരാകാശ ദൗത്യമാണിത്. എന്താണ്? ചൈനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബഹിരാകാശ യാത്രികനെയും കൊണ്ട് പറന്നിട്ടുള്ള ഒരു ബഹിരാകാശ ദൗത്യമാണിത്. എന്താണ്? ഷെൻഷു 21 എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ലോങ് മാർച്ച് 2F എന്നുള്ള വിക്ഷേപണ വാഹനത്തിലൂടെയാണ് ഈ ഒരു വിക്ഷേപണം നടന്നിട്ടുള്ളത്. എന്താണ്? ലോങ് മാർച്ച് 2F എന്നുള്ള വിക്ഷേപണ വാഹനത്തിലൂടെയാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇനി യാത്ര എങ്ങോട്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ടിയാൻഗോങ്ങിലേക്കാണ്. എന്താണ്? ബഹിരാകാശ നിലയമായിട്ടുള്ള, അതായത് ചൈനയുടെ ബഹിരാകാശ നിലയമായിട്ടുള്ള ടിയാൻഗോങ്ങിലേക്കാണ് ഈ ഒരു ബഹിരാകാശ യാത്രികരുടെ യാത്ര സജ്ജമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ദൗത്യം ഏതാണെന്ന് ഓർത്ത് വെക്കുക. ഷെൻഷു 21 ആണ് 2025 ചൈനയിൽ നിന്ന് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 നവംബറിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഒളിമ്പിക് ചാമ്പ്യനായ വ്യക്തി ആരെന്നാണ്. ഓർത്തു വെക്കുക, ചാൾസ് കോൾസ്റ്റേ ആണ്. ആരാണ്? ചാൾസ് കോൾസ്റ്റേ ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള, അതായത് ഒളിമ്പിക് ചാമ്പ്യൻ ആയിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് അന്തരിച്ചത്? 2025 നവംബറിലാണ് അന്തരിച്ചത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു ഒളിമ്പിക് ചാമ്പ്യൻ ആയ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1948ലാണ് അദ്ദേഹം എന്താണ് ഈ ഒരു ഒളിമ്പിക്സിൽ ചാമ്പ്യൻ ആയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 1948 ലണ്ടൻ ഒളിമ്പിക്സിലാണ് അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടിയത്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹം ദീപശിഖ വഹിച്ചിരുന്നു. 2024 പാരീസിൽ നടന്നിട്ടുള്ള ഈ ഒരു ഒളിമ്പിക്സിൽ അദ്ദേഹം ദീപശിഖ വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം ഓർത്തു വെക്കുക. ചാൾസ് കോൾസ്റ്റേ ആണ്. ചാൾസ് കോൾസ്റ്റേ ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഒളിമ്പിക് ചാമ്പ്യൻ ആയിരുന്നു അദ്ദേഹം. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LTC റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ന്യൂ SCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല മുൻവർഷ ചോദ്യപേപ്പറുകളും ഈ ഒരു റാങ്ക് ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 3 വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 1600 രൂപയാണ്. നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഓഫർ പ്രൈസോട് കൂടി ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2025 നവംബറിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരെന്നാണ്? സഞ്ജയ് ഗാർഗ് ആണ്. ആരാണ്? സഞ്ജയ് ഗാർഗ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ബുക്കായിരുന്നു, MS സ്വാമിനാഥൻ ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്നുള്ള ബുക്ക്. ഇത് എഴുതിയത് ആരെന്നാണ് നമ്മൾ നോക്കിയത്? പ്രിയമദ ജയകുമാർ ആണ് ഈ ഒരു ബുക്ക്
എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബുക്ക് എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു സംവിധാനമായിരുന്നു പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് എന്നുള്ള സംവിധാനം. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വേണ്ടിയിട്ട് സൗജന്യ യാത്ര ഒരുക്കാനായിട്ട് ഡൽഹി സർക്കാർ പുറത്തിറക്കിയ ഒരു സംവിധാനമാണ് എന്താണ് പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് എന്നുള്ള സംവിധാനം. അതിനുശേഷം നമ്മൾ നോക്കിയത് എന്താണ്? പുതിയൊരു റാംസർ സൈറ്റ് വന്ന വാർത്തയായിരുന്നു. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ 94ാമത് റാംസർ സൈറ്റ് ഏതാണ്? ഗോഗാബിൽ തടാകമാണ്. എന്താണ്? ഇന്ത്യയുടെ 94ാമത് റാംസർ സൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഏത് സംസ്ഥാനത്താണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ബീഹാർ സംസ്ഥാനത്താണ് എന്താണ് ഗോഗാബിൽ തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതോടെ ബീഹാറിൽ എന്താണ് 6 റാംസർ സൈറ്റുകൾ ആയിരിക്കുകയാണ്. ശേഷം നമ്മൾ നോക്കിയത് സമുദ്ര മത്സ്യബന്ധന സെൻസസ് 2025 അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയെന്നാണ്. വ്യാസ് ഭാരത്, വ്യാസ് സൂത്ര എന്നീ ആപ്ലിക്കേഷനുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയുടെ ധനസഹായത്തോടെ നിർമ്മിച്ച ബഹുവംശീയ ത്രിഭാഷാ സ്കൂൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. പൊളന്നരുവയിലാണ്. എവിടെയാണ്? പൊളന്നരുവയിലാണ്. ശ്രീലങ്കയിലെ പൊളന്നരുവയിലാണ് ഈ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ത്യയുടെ ധനസഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. മാത്രമല്ല ഇതൊരു ബഹുവംശീയ ത്രിഭാഷാ സ്കൂളാണ്. അപ്പോൾ ശ്രീലങ്കയിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. 11ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2025 വേദി എവിടെയാണ്? ചണ്ഡീഗഡിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ റഷ്യ പുറത്തിറക്കിയ ആണവ അന്തർവാഹിനി ഏതെന്നാണ്. ഓർത്തു വെക്കുക. ഖബാരോവ്സ്ക് എന്നുള്ള ഒരു ആണവ അന്തർവാഹിനിയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏത് രാജ്യമാണ് പുറത്തിറക്കിയത്? റഷ്യയാണ് പുറത്തിറക്കിയത്. ശേഷം നമ്മൾ നോക്കിയത് പ്രവൈക ഡൈനാമിക്സ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനം ഏതെന്നാണ്. ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനമാണ് വീർ എന്നുള്ളതാണ്. എന്താണ്? വീർ ആണ് എന്താണ് ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രിക് വാഹനം വീർ ETATV എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ചൈന വിക്ഷേപിച്ച ഒരു ബഹിരാകാശ ദൗത്യത്തെ കുറിച്ചായിരുന്നു. അപ്പോൾ ഓർത്തു വെക്കുക ഷെൻഷോ 21 എന്നുള്ള ഒരു ബഹിരാകാശ ദൗത്യമാണ് അടുത്തിടെ ചൈന വിക്ഷേപിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2025 നവംബറിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഒളിമ്പിക് ചാമ്പ്യനായ വ്യക്തി ആരെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്യാം. ചാൾസ് കോസ്റ്റ് എന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഒളിമ്പിക് ചാമ്പ്യൻ ആയിരുന്നു അദ്ദേഹം. 1948 ലണ്ടനിലെ എന്താണ് ഒളിമ്പിക്സിലാണ് അദ്ദേഹം എന്താണ് ഈ ഒരു സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹം എന്താണ് ദീപശിഖ ഏന്തിയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2025 നാവിക ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയെന്നാണ്. ഓപ്ഷൻ എ പുരി, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി സിന്ധുദുർഗ്, ഓപ്ഷൻ ഡി കച്ച്. അടുത്ത ചോദ്യം ഇതാണ്. സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം ഏതെന്നാണ്. ഓപ്ഷൻ എ ലുധിയാന, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി മധുര, ഓപ്ഷൻ ഡി ബംഗളൂരു. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനം ഏതെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. കേരളമാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനം. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ആരെന്നാണ്. അപ്പോൾ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയാണ് എന്താണ് ഈ ഒരു മത്സരത്തിൽ കിരീടം നേടിയത്. റണ്ണറപ്പ് ആയത് ദക്ഷിണാഫ്രിക്കയാണ്. ഇനി ഒരു മത്സരം നടന്നത് എവിടെയാണ്? ശ്രീലങ്കയിലും ഇന്ത്യയിലുമായിട്ടാണ്. ഫൈനൽ നടന്നത് ഇന്ത്യയിലെ മുംബൈയിലാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.